ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർഗീയതയുടെ തിറയാട്ടമാണ് നടന്നത് എന്ന് നമ്മുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സഖാവ് കെ രാഗേഷ് ഒരു പൊതുയോഗത്തിൽ പരിതപിക്കുന്നത് കേട്ടു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടാൽ തോന്നും കേരള സംസ്ഥാനത്ത് ഇതുവരെ വർഗീയത ഉണ്ടായിരുന്നില്ല, അത് ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് നമ്മുടെ പാർട്ടി തോറ്റത്, നമുക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് സഖാവ് പിണറായി വിജയൻ ഇപ്പോൾ മുഖ്യമന്ത്രി അല്ലാതായി തീർന്ന് പ്രതിപക്ഷ നേതാവായി തീർന്നത്. അതുകൊണ്ടാണ് കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും അടക്കം പാർട്ടിയുടെ കോട്ടക്കോത്തളങ്ങൾ പലതും തകർന്ന് തരിപ്പണമായത് എന്ന്. സത്യത്തിൽ അങ്ങനെയല്ല. കേരള സംസ്ഥാനം രൂപീകൃതമായ കാലം മുതൽക്ക്, അല്ലെങ്കിൽ അതിനു മുമ്പ് മുതൽക്ക് ഇവിടെ വർഗീയതയും ജാതീയതയും സാമുദായിക വികാരമൊക്കെ ഉണ്ടായിരുന്നു. ഓരോ തെരഞ്ഞെടുപ്പിലും അത് ഏറിയും കുറഞ്ഞും വ്യത്യസ്ത ഭാവഹാവാദികളോടുകൂടി പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇടതുപക്ഷത്തിന് ചരിത്ര വിജയമുണ്ടായി എന്ന് നമ്മൾ പറയുന്ന 1987 തെരഞ്ഞെടുപ്പിലും ജാതീയതയും അതുപോലെ വർഗീയ ചിന്താഗതിയും ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഗുണം കിട്ടിയത് LDF എന്ന് മാത്രമേ. അതുപോലെ 2001 ഇത് വേറൊരു രീതിയിലുണ്ടായി. അന്ന് അതിൻ്റെ ഗുണം UDF കിട്ടിയത്. 2001 ഈ നാദാപുരത്തും മറ്റുണ്ടായ വർഗീയ ലഹളകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ കൊലപാതകം എന്ന് ഓമന പേരിട്ട ലീഗ് മാർക്സിസ്റ്റ് സംഘടനകൾ നടന്നുകൊണ്ട് മുസ്ലിം സമുദായം സംഘടിതമായിട്ട് LDFനെതിരായിട്ട് വോട്ട്. അതുപോലെ തന്നെ ഈ തെക്കൻ ജില്ലകളിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലൊക്കെ പാർട്ടിയുടെ ഏറ്റവും വലിയ വോട്ട് ബാങ്കായിട്ടുള്ള ഈഴവർ LDFനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് UDF വോട്ട് ചെയ്തു. കാരണം അന്ന് SN കോളേജിലെ സമരവും അതിനെ തുടർന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമകൾ തല്ലി തകർത്തുമായിട്ടുള്ള സംഭവങ്ങളുണ്ടായി. അപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പിലും ഇത് കൂടിയും കുറഞ്ഞും ഉണ്ടാവാറുണ്ട്. ഇത്തവണ സാമുദായിക വികാരം ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് സഖാവ് കെ രാഗേഷ് പറഞ്ഞ രീതിയിലോ പറഞ്ഞ സമ്പ്രദായത്തിലോ ആയിരുന്നില്ല. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും പിണറായിസത്തോട് വലിയ എതിർപ്പുണ്ടായിരുന്നു, മരുമോനിസത്തോട് എതിർപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് പാർട്ടിയുടെ കോർ വോട്ടുകളിൽ പോലും വലിയ ചോർച്ചയുണ്ടായി. പാർട്ടിക്ക് വേണ്ടി കള്ളവോട്ട് ചെയ്യാൻ പോയ സഖാക്കൾ വരെ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടു. മുൻ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് വോട്ട് ചെയ്ത ആളുകൾ ഇത്തവണ മാറ്റി കോൺഗ്രസിന് ചെയ്തു. കാരണം ഇവർ ജയിക്കാതിരിക്കാൻ വേണ്ടി LDFന് തോൽപ്പിക്കുക എന്നുള്ള സിംഗിൾ പോയിൻ്റ് അജണ്ടയിലേക്ക് കാര്യങ്ങൾ പോയി. അത് ക്രിസ്ത്യൻ സമുദായ അംഗങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു, ഹിന്ദു സമുദായ അംഗങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു, മുസ്ലിം സമുദായ അംഗങ്ങളുടെ ഇടയിലുണ്ട്. പിന്നെ രാകേഷ് പറഞ്ഞതിൽ ചെറിയൊരു കാര്യമുണ്ട്. മറ്റ് സമുദായങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നേക്കാൾ കടുത്ത തോതിലുള്ള LDF വിരോധം അല്ലെങ്കിൽ പിണറായി വിരോധം മുസ്ലിം സമുദായ അംഗങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു. അത് ഏതാണ്ട് ഹോസങ്കടി മുതൽക്ക് പാറശാല വരെയും ഉണ്ടായിരുന്നു. മലബാറിൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യ കൂടുതലായുണ്ട്, അവരുടെ ശതമാനം കൂടുതലായതുകൊണ്ട് അവിടെ ഇതിൻ്റെ ആഘാതം കൂടുതലായിട്ട് അനുഭവപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ പോയി നോക്കുക, അവിടെ CPMൻ്റെ സ്ഥാനാർത്ഥി സഖാവ് VPP മുസ്തഫയായിരുന്നു, LDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരായിരുന്നു. അവിടുത്തെ മുസ്ലിങ്ങൾ ആർക്കാ വോട്ട് ചെയ്ത്? മുസ്തഫയ്ക്കാണോ? അല്ല. അവർ സമുദായ സ്നേഹം മാറ്റിവെച്ചിട്ട് സമുദായ താല്പര്യം മുറുകെ പിടിച്ചു. സമുദായ താല്പര്യം എന്ന് പറയുന്നത് UDFനെ വിജയിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് സമുദായ താല്പര്യം മുൻനിർത്തി നമ്മുടെ വാര്യർക്ക് വോട്ട് ചെയ്തു. വാര്യർ വളരെ കാലം RSSകാരനായിരുന്നു, BJPയുടെ നേതാവായിരുന്നു. സമീപകാലത്ത് മാത്രം കോൺഗ്രസിൽ ചേക്കേറിയ ആളാണ് എന്നൊന്നും അവർ ആലോചിച്ചില്ല. അവർ കൃത്യമായിട്ട് പോയിട്ട് കൈപ്പത്തിക്ക് കൊടുത്തു. ഇത് തന്നെയാണ് മറ്റു സ്ഥലങ്ങളിലും ഉണ്ടായത്. നാദാപുരത്തും ഇതാണ് ഉണ്ടായത്, വടകരയിലും ഇതാണ് ഉണ്ടായത്, അതുപോലെ കുറ്റ്യാടിയിലും ഇതാണ് സംഭവിച്ചത്. മിക്കവാറും എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണ് സംഭവിച്ചത്. അതിൻ്റെ ഏറ്റവും പ്രകടമായൊരു ഉദാഹരണമാണ് മലപ്പുറം ജില്ലയിലെ തവന്നൂർ മണ്ഡലത്തിൽ സംഭവിച്ചത്. സാധാരണഗതിയിൽ തവന്നൂരെ മുസ്ലിങ്ങൾ ആർക്കാ വോട്ട് ചെയ്യുന്നത്? ലീഗുകാരെക്കാളും ലീഗുകാരനായിട്ടുള്ള KT ജലീലിനാണ്. പക്ഷെ വോട്ട് ചെയ്ത ആർക്കാണ്? അവർ വളരെ കൃത്യമായിട്ട് വോട്ട് ചെയ്ത് ക്രിസ്ത്യാനിയാണെന്ന് മാത്രമല്ല, ക്രിസ്ത്യാനികളിൽ തന്നെ സൂക്ഷ്മ ന്യൂനപക്ഷമായ VS ജോയിക്കാണ്. VS ജോയി ജയിച്ചപ്പോൾ ആടിൻ്റെ തലയറത്ത് ആഹ്ലാദ പ്രകടനം നടത്തിയത് ആരാണ്? നായന്മാരോ നമ്പൂരിമാരോ ആരെങ്കിലും ആണോ? അല്ല. പെന്തിക്കോസുകാരോ കത്തോലിക്കരോ ആണോ? അല്ല. അത് ചെയ്തതും മുസ്ലിങ്ങളാണ്, മുസ്ലിം ലീഗുകാരാണ്. എന്തുകൊണ്ട് അവർ ജലീലിന് വോട്ട് ചെയ്തില്ല? സമുദായ സ്നേഹത്തേക്കാൾ പ്രധാനം സമുദായ താല്പര്യമാണ്. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കേണ്ടത്, ലീഗ് ജയിക്കേണ്ടത് തവന്നൂരെ ഓരോ ലീഗുകാരൻ്റെയും കോൺഗ്രസ്സുകാരനായ മുസ്ലിമിൻ്റെയും കോൺഗ്രസ്സുകാരനല്ലാത്ത മുസ്ലിമിൻ്റെയും ആവശ്യമായിരുന്നു. ഇത് തന്നെയാണ് ഇരവിപുരത്തും സംഭവിക്കുന്നത്. ഇരവിപുരത്ത്
സഖാബ് എം നൗഷാദാണ് സ്ഥാനാർത്ഥി. നൗഷാദിനെതിരെ മത്സരിച്ചത് വിഷ്ണു മോഹൻ എന്ന് പറഞ്ഞ ഒരു RSPക്കാരനാണ്. RSP സമീപകാലത്തൊന്നും ഇരവിപുരത്ത് ജയിച്ചിട്ടില്ല. ജയിക്കാനും ബുദ്ധിമുട്ടാണ്, ഒരു ഇടതുപക്ഷ മണ്ഡലമാണ്. പക്ഷേ നല്ലവരായ നാട്ടുകാർ ക്യൂ നിന്ന് വിഷ്ണു മോഹൻ വോട്ട് ചെയ്തു. ജാതി മതഭേദമന്യേ വോട്ട് ചെയ്തു. ഇരവിപുരത്തെ മുസ്ലിങ്ങളും വോട്ട് ചെയ്തത് വിഷ്ണു മോഹനാണ്, അല്ലാതെ നൗഷാദിനല്ല. അതുകൊണ്ട് നൗഷാദ് തോറ്റുപോയി, വിഷ്ണു മോഹൻ ജയിച്ചു. ഇത് തന്നെയാണ് മറ്റൊരു തരത്തിൽ അമ്പലപ്പുഴയിൽ നടന്നത്. അമ്പലപ്പുഴയിലെ സഖാവ് H സലാമാണ് സ്ഥാനാർത്ഥി. സുഡാപ്പി സലാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പര്യായ പദം. പക്ഷേ എന്തുകൊണ്ട് അവിടുത്തെ സുഡാപ്പികളടക്കം G സുധാകരൻ വോട്ട് ചെയ്തു? കാരണം ഇത്തവണ സമുദായ പിന്തുണ G സുധാകരനാണ്, അല്ലാതെ സലാമിനല്ല, UDFനാണ്, LDFനല്ല. പിന്നെ എവിടെയെങ്കിലും മുസ്ലിങ്ങൾ UDFനെ കൈവിട്ട് LDFന് വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ചാത്തന്നൂരോ അല്ലെങ്കിൽ കഴക്കൂട്ടത്ത് വളരെ സൂക്ഷ്മ ന്യൂനപക്ഷമാണ്, അതുപോലെ നേമത്തോ മാത്രമാണ്. അപ്പോൾ ആ വോട്ടുകളൊന്നും കിട്ടിയില്ല. മുസ്ലിം വോട്ട് മാത്രമല്ല, ക്രിസ്ത്യൻ വോട്ടും കിട്ടിയില്ല, നായരുടെ വോട്ടും കിട്ടിയില്ല, നമ്പൂരിയുടെ വോട്ടും കിട്ടിയില്ല, ഈഴവരുടെ വോട്ടും കിട്ടിയില്ല. ഇതിന് വർഗീയത എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ വർഗപരമായിട്ടാണ് ആളുകൾ വോട്ട് ചെയ്തത്, അല്ല വർഗീയമായിട്ടല്ല. അതുകൊണ്ടാണ് നൗഷാദ് തോറ്റത്, മുസ്തഫ തോറ്റത്, സലാം തോറ്റത്, മറ്റ് പല സഖാക്കളും മലന്നടിച്ച് വീണത്. അപ്പോൾ രാകേഷിന് ക്യാപ്സൂളുകൾ വേണമെങ്കിൽ എത്ര വേണമെങ്കിൽ ഇറക്കാം, പക്ഷേ അവിടുന്ന് ആളുകളെ പറ്റിക്കാം എന്ന് വിചാരിക്കേണ്ട. കാലം മാറിപ്പോയി. പഴയ തോതിൽ കച്ചവടം നടക്കുകയില്ല. ലാൽ സലാം.